ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു പോക്കോ X2 ഉള്ളിൽ എങ്ങനെ നമുക്ക് Gcam ഇൻസ്റ്റാൾ ചെയ്യാം. Gcam എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്യാമറ. അപ്പോൾ ഗൂഗിൾ ക്യാമറയിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മുടെ സ്റ്റോക്ക് ക്യാമറയെ കമ്പാരിറ്റീവ്ലി വളരെ നാച്ചുറൽ ഫോട്ടോസും വളരെ നമുക്ക് ഒരു പറയുക അട്രാക്റ്റീവ് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. കൂടുതലൊരു നാച്ചുറൽ ലുക്ക് ഫോട്ടോസിനുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു, സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചിരുന്നു, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല ഗൂഗിൾ ക്യാമറ. അത് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് വേറെ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിലും നമ്മുടെ മൊബൈലിന് സപ്പോർട്ട് കുറേ ടൈപ്പ് ഗൂഗിൾ ക്യാമറകൾ അവൈലബിൾ ആണ്. മീൻസ് 7.1, 7.0 എന്ന് പറഞ്ഞിട്ടുള്ള കുറേ വേർഷൻസ് അവൈലബിൾ ആണ്. നമ്മുടെ മൊബൈലിന് കമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഗൂഗിൾ ക്യാമറ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഈ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിന് ആയിട്ട് നിങ്ങളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളപ്പോൾ പ്ലേ സ്റ്റോറിൽ പോവുക. ആപ്പിൻ്റെ പേര് Gcam എന്നാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അങ്ങനെ നിങ്ങളുടെ മൊബൈലിന് കമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഇത് 11 MB ആണ് ഈ ആപ്പ് വരുന്നത്. ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഈ ഗൂഗിൾ ക്യാമറയ്ക്ക് സപ്പോർട്ടീവ് ആണോ എന്ന് ഫസ്റ്റ് നോക്കും. അങ്ങനെ ക്യാമറ ടു API സപ്പോർട്ടീവ് ആണോ എന്ന് ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ നോക്കും. അപ്പോൾ ഇത് നമ്മുടെ പോക്കോ X2 മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഏത് മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഇത് നമ്മൾ ഫസ്റ്റ് ഇതിന് 3 ഓപ്ഷൻസ് അടിയിൽ കാണാൻ സാധിക്കും. ഒന്ന് ക്യാമറ ടു API, പിന്നെ യുവർ Gcam, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Gcam എന്താ പറയുക ഡാറ്റാബേസ് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിന് API സപ്പോർട്ടീവ് ആണ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ഓപ്ഷനിൽ പോവാം. സെക്കൻഡ് ഓപ്ഷനിൽ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ എന്താ പറയുക നമ്മുടെ മൊബൈലിനെ പറ്റിയത് കണ്ടല്ലോ, ഡിവൈസ് മാനുഫാക്ചറർ ഷവോമി, മോഡൽ പോക്കോ X2 10 നമ്മുടെ മൊബൈലിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറഞ്ഞാൽ 7.2 ആണ്. അപ്പോൾ വളരെ എളുപ്പമാണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതിൻ്റെ ഉള്ള സെപ്പറേറ്റ് എന്താ കോൺഫിഗറേഷൻ ഫയലൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻബിൽഡ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഉള്ള കോൺഫിഗറേഷൻ ഫയൽ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡൗൺലോഡിങ് തുടങ്ങും. ഡൗൺലോഡ് ഇതൊരു ചെറിയ ആഡാണ്. നമുക്ക് ആഡ് നമുക്ക് ബാക്ക് വരിക. അപ്പോൾ നമ്മുടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവും. ഡൗൺലോഡിങ് സ്റ്റാർട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് കയ്യാറായിട്ട് നല്ല നെറ്റ് സ്പീഡ് കിട്ടുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഇതാണ് ഡൗൺലോഡിങ് ഫയൽ. 74 MB ആണ് നമുക്ക് വരുന്നത്. നമുക്കിപ്പോൾ ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട്, ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മിനിറ്റിൽ നമുക്ക് സെക്കൻഡിൽ 550 KB/s കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡൗൺലോഡിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയ ശേഷം തന്നെ നമുക്ക് ഡൗൺലോഡിങ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. അതിന് ശേഷം ഇൻസ്റ്റാൾ ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഇൻസ്റ്റാൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ നമ്മുടെ Gcam ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. കംപ്ലീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് സെറ്റപ്പും കൂടി കാണിച്ചു തരാനുണ്ട്. നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽ ഇപ്പോൾ കുറേ പേർക്ക് നമുക്ക് യൂട്യൂബിലൊക്കെ കുറേ പേര് ഇതിനെ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കാണാൻ ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ഇത്തിരി കൂടി ബെറ്റർ ആയ രീതിയിൽ, ഇത്തിരി കൂടി പ്രോപ്പറായ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ Gcam ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിരിക്കുന്നു. സക്സസ്ഫുള്ളി ആയിട്ടാണ്. ഒരു പ്രശ്നമോ വേറെ കാര്യങ്ങളില്ല. പിന്നെ കോൺഫിഗറേഷൻ ഫയൽ എവിടെയെന്ന് കുറച്ച് പേര് ചോദിച്ചേക്കാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നമുക്ക് പറഞ്ഞൊരു നാച്ചുറൽ ലുക്ക് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. വളരെ എന്താ പറയുക റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസ്. നമ്മുടെ സ്റ്റോക്ക് ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മൊബൈലിൽ ഇൻബിൽഡ് ആയിരിക്കുന്ന ക്യാമറയിലാണ് നമ്മൾ സ്റ്റോക്ക് ക്യാമറ എന്ന് പറയുന്നത്. അതിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു ക്യാമറയാണ്. നമുക്കിത് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ പിക്സൽ ഡിവൈസുകളിലാണ് ഇത് കാണാൻ സാധിക്കാം. അതിന് നമ്മുടെ മൊബൈലിൻ്റെ രീതിയിൽ കമ്പാക്റ്റബിൾ ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫയൽ അല്ലെങ്കിൽ നമ്മുടെ പറയില്ലേ കോൺഫിഗറേഷൻ ഫയൽ എവിടെയൊക്കെ എടുക്കണേന്ന് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫയൽ മാനേജറിൽ പോവാം. ഫയൽ മാനേജറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സെക്കൻഡ് ഫോൾഡറിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ള അടിയിലേക്ക് വരിക. അടിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതായിരിക്കും നമ്മുടെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയൽ. 77.6 MB ആണ് വരുന്നത് ഡൗൺലോഡിങ് ഫയൽ വരുന്നത്. പിന്നെ കോൺഫിഗറേഷൻ ഫയൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് മേലായിട്ട് Gcam എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ 2 കോൺഫിഗറേഷൻ ഫയൽ എടുക്കേണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫയൽ. ഇതിലൂടെയാണ് അവർ നമ്മുടെ മൊബൈലിനെ കമ്പാക്റ്റബിൾ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സൂപ്പറായിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസും നല്ല നാച്ചുറൽ നൈറ്റ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
നല്ലൊരു നാച്ചുറൽ ഇഫക്റ്റോടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി ഈ ഗൂഗിൾ ക്യാമറ അല്ലെങ്കിൽ Gcam എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്തിട്ട് സാധിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ, വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ അതിന് ശേഷം ഫോട്ടോസ് എടുത്ത് നോക്കുക. ഞാൻ ഇതിന് ശേഷം നമ്മുടെ സ്റ്റോക്ക് എന്താ പറയുക, നമ്മുടെ സ്റ്റോക്ക് ക്യാമറയും പിന്നെ Gcam തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ളൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ മനസ്സിലാവും. നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളൊന്ന് ഡിഫറൻസ് ജസ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മറ്റേ ഒരു ഫോട്ടോ തന്നെ 2 സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ 2 സോഫ്റ്റ്വെയറിലും പോയിട്ട് സാധാരണ നമ്മുടെ ക്യാമറയിൽ പോയിട്ടും പിന്നെ Gcamൽ പോയിട്ട് നിങ്ങൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നല്ല ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ മൊബൈൽ ഇത് ഉണ്ടാവും. നമ്മൾ ഇത് സാധാരണ ക്യാമറ, ഇത് Gcam ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം.